യു ആർ പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുകയാണ്. യു ആർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. യു ആർ പ്രദീപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായി. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കര MLA ആയി യു ആർ പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി പാലക്കാട് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പാലക്കാട് നിന്ന് ഏതാണ്ട് 18,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇപ്പോൾ MLA ആയി സ്ഥാനമേൽക്കുന്ന ചടങ്ങാണ് കണ്ടത്. കോൺഗ്രസിൻ്റെ മറ്റൊരു യുവ MLA കൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ സാന്നിധ്യമുണ്ട്. യു ആർ പ്രദീപ് എത്തിയിരുന്നു. സ്പീക്കർ ഇരുവരെയും ബൊക്കെ കൊടുത്ത് ആദരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. യു ആർ പ്രദീപ് ചേലക്കര MLA, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA. യുവ MLA യു ആർ പ്രദീപ് നേരത്തെ നമുക്കറിയാം 2ാം തവണയാണ് യു ആർ പ്രദീപ് MLA ആവുന്നത്. നേരത്തെ ചേലക്കരയിൽ നിന്ന് ഒരു ടേമിൽ യു ആർ പ്രദീപ് MLA ആയിരുന്നു. പിന്നീട് ശ്രീ രാധാകൃഷ്ണൻ MP ആയി പോയ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് അവിടെ വേണ്ടിവരികയും തുടർന്ന് മണ്ഡലം ചേലക്കര മണ്ഡലം നിലനിർത്തുകയും ചെയ്ത്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഷാഫി പറമ്പിൽ MP ആയി പോയ പശ്ചാത്തലത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. വാശിയേറിയ പോരാട്ടത്തിന് ശേഷമാണ് രണ്ടുപേരും വിജയിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഏതായാലും കോൺഗ്രസിന് ഒരു യുവമുഖം കൂടി, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ തീപ്പൊരിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ കോൺഗ്രസിന് ഒരു പോരാളി കൂടി സഭയിൽ എത്തുകയാണ്. യു ആർ പ്രദീപും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് സഭാ പരിചയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ആദ്യ തവണയാണ് MLA ആയി സഭയിലേക്ക് കടന്നു വരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം സാന്നിധ്യം അവിടെയുണ്ട്, സഭാ ഹാളിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളടക്കം അവിടെ എത്തിയിട്ടുണ്ടാകും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മന്ത്രിമാരടക്കം ഇരുവരെയും അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും യു ആർ പ്രദീപിനും മന്ത്രി സജി ചെറിയാൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് KN രാജനടക്കമുള്ള മറ്റ് മന്ത്രിമാർ ഇവരൊക്കെ തങ്ങളുടെ അഭിനന്ദനം അറിയിക്കുന്ന ദൃശ്യങ്ങളാണ്. MLA മാർ, കോൺഗ്രസിൻ്റെ MLA മാരെല്ലാം അവിടെയുണ്ട്. ഒപ്പം ആണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, യുവാക്കളായ നേതാക്കൾ, യുവമുഖങ്ങൾ അവിടെ മുൻനിരയിൽ അവർ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാർ ഓരോരുത്തരായി 2 MLA മാരെയും അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ചേലക്കരയിൽ 13,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ യു ആർ പ്രദീപ്, പാലക്കാടാകട്ടെ 12,000-ന് മുകളിൽ വോട്ടുകൾ നേടി ശക്തമായ ത്രികോണ മത്സരത്തിൽ വിജയം നേടിയ കോൺഗ്രസിൻ്റെ യുവനേതാവ് യു ആർ പ്രദീപ്, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ. സഗൗരവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ
യു ആർ പ്രദീപ് സഗൗരവം പ്രതിജ്ഞയെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് മന്ത്രിമാരെ എല്ലാവരെയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. മുഖ്യമന്ത്രിയും സ്പീക്കറും മടങ്ങുകയാണ്.